ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസോൺ. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2, അതായത് ജൂൺ മാസം 19 നടത്തിയ സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിന്റെ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് നമ്മൾ പോകുന്നുള്ളത്. പേപ്പർ കോഡ് 66/2025 ഓക്കെ. അപ്പോൾ IT ലെവലായിട്ട് ഇഷ്ടംപോലെ എക്സാംസ് നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് PVQs നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 60 മാർക്കിന്റെ അടുത്ത് കഴിഞ്ഞ 10 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു 60 മാർക്കിന്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പിന്നെയുള്ള ഒരു 40 മാർക്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുക, എഫക്റ്റീവായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടേണ്ടത്. ഓക്കെ, കാരണം വെച്ചാല് ആ ഒരു 40 മാർക്ക് തന്നെയാണ് നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ഇത്രത്തോളം എഫേർട്ട് ചെയ്യുന്നു, അതിന്റെ ബേസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കട്ട് ഓഫ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ഒരു 85ന്റെ റേഞ്ചിൽ തന്നെയാണ് കട്ട് ഓഫ് ഒക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ഒരു പ്രീ വേക്യൂസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ഒരു 60 മാർക്സിന്റെ അടുത്ത് അത്യാവശ്യം കിട്ടും. പക്ഷേ നിങ്ങൾ എന്താ കൃത്യമായിട്ട് ആ ഒരു സിലബസ് പക്ക 100% നിങ്ങൾ സിലബസ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ പലതും എന്താ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് 4 ക്വസ്റ്റ്യനോട്ട് വരാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ദ ഡിഫറൻസ് ഓഫ് വോൾട്ടേജ് ആൻഡ് പ്രഷർ അക്രോസ് 2 points in a circuit is known as. It is nothing but our പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ നമ്മളൊരു ഇക്വേഷൻ ഒക്കെ പഠിച്ചില്ല, അതായത് വർക്ക് ഡണും ചാർജ് ഒക്കെ വെച്ചിട്ട് എന്താ വി ഈസ് നത്തിങ് ബട്ട് W/Q. ഇതിനെ ബേസ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് സ്വതവേ വരാറുണ്ട് അല്ലെ. അപ്പോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. അതാണ് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. രണ്ടാമത്തെ എന്താ, നെയിം ദ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് which gives opposition to the flow of electron through itself. എന്താ വരാ, which gives opposition to the flow of electrons through itself. It is nothing but our resistance അല്ല. ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവുക. അതായത് റെസിസ്റ്റൻസ് ആണ് എന്താ, ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ദാറ്റ് ഓപ്പോസസ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ്. അതിനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. എന്താ, ദ കമ്പോസിഷൻ ഓഫ് ഇലക്ട്രീഷ്യൻ സോൾഡേഴ്സ്. അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. എന്താ, ടിൻ 30%, സോറി, ടിൻ പിന്നെ 60%, ലെഡ് എത്ര 40% അല്ലെ. ടിൻ 60%, ലെഡ് 40% ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്താൽ ഇലക്ട്രീഷ്യൻ സോൾഡർ എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, ടിൻ 60%, ലെഡ് 40%. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു ഇലക്ട്രീഷ്യൻ സോൾഡർ എന്ന് പറയാൻ കാരണം എന്തോ, അതായത് സോൾഡർ ചെയ്യുമ്പോൾ അവിടെ എന്താ ഗുഡ് കണ്ടക്ടിവിറ്റിയും അതേപോലെ എന്താ ഗുഡ് കണ്ടക്ടിവിറ്റി, ആ ഒരു സോൾഡറിങ് ആ ജോയിന്റ്സിൽ ഗുഡ് കണ്ടക്ടിവിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത്, അതേപോലെ സ്ട്രോങ് ജോയിന്റ്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് വിത്തിൻ 60% ബ്ലഡ് 40% രീതിയിൽ പറയുന്നുണ്ടാവാം. ഇനി നാലാമത്തെ ക്വസ്റ്റൻ നോക്ക്. വിച്ച് സോൾട്ടറിംഗ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ആൻഡ് ഫോർ ടിന്നിങ് വർക്ക്സ്? എന്താ, ഡിപ്പ് സോൾട്ടറിംഗ് മെത്തേഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക അല്ലെ. എന്താ ഡിപ്പ് സോൾട്ടറിംഗ് മെത്തേഡ്, അതിനെപ്പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താ, ഡിപ്പ് സോൾട്ടറിംഗ് ഇൻവോൾവ്സ് ദി ഡിപ്പിംഗ് പാർട്സ് ഇൻ ടു എ മോൾട്ടൺ സോൾഡർ ബാത്ത് എന്നുള്ള രീതിയിലായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലെ. ഇതിന്റെ യൂസേജ് എന്താ, ഡിപ്പ് സോൾട്ടറിംഗ് മെത്തേഡിന്റെ യൂസേജ് എന്താ, ടു ടിന്നിന്റെ വയേഴ്സ് ആൻഡ് PCB മാനുഫാക്ചറിംഗിലൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് R is nothing but റോ ഇൻറ്റു L ബൈ എ. അപ്പോ റോ ഇൻറ്റു L ബൈ എ എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ അല്ലെ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. The resistance offered between the two opposite face of a meter cube of a material is called. എന്താ, two opposite face of a meter cube of a cube of the material. It is nothing but the internal resistance അല്ല, ലോസ് ഓഫ് റെസിസ്റ്റൻസ് അല്ല, സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നുള്ള ഇതിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും അല്ലെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? വിച്ച് ഇസ് ദി ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? ഏതാ, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കോപ്പർ അല്ലെ. എ സെമി കണ്ടക്ടർ ഹാസ് ഡാഷ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ്. സെമി കണ്ടക്ടർ കേസിൽ എന്താ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ആണ് നമ്മൾ പറയുന്നുണ്ടാവും അല്ലെ. സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആരൊക്കെയാ, സിലിക്കൺ, ജർമേനിയം, അതൊക്കെയാണ് സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ടാവാം. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് എക്സാമ്പിൾ ആരൊക്കെയാ, മെറ്റൽ ഒക്കെയാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ടാവാം.
ഇനി അടുത്ത് എക്സ്പാൻഷൻ ഫോർ ACSR കണ്ടക്ടേഴ്സ് അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ദ പർപ്പസ് ഓഫ് ആർമറിംഗ് ഇൻ യുജി കേബിൾ ഈസ് ദ പർപ്പസ് ഓഫ് ആർമറിംഗ് ഇൻ യുജി കേബിൾ ഈസ് ടു പ്രൊട്ടക്ട് ദി കേബിൾ ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി അല്ലെ. മെക്കാനിക്കൽ ഇഞ്ചുറി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർമറിംഗ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. 11ാമത്തെ ക്വസ്റ്റ്യൻ സ്പാർക്കിംഗ് occurs when a load is switched off because the circuit has സർക്യൂട്ടിന് എന്തുകൊണ്ട് ഹൈ ഇൻഡക്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് അല്ലെ. കാരണം എന്താ നമ്മളെ ഇൻഡക്ടേഴ്സ് എന്താ പറയുന്നുണ്ട്, ഇൻഡക്ടേഴ്സ് എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു സർക്യൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ മാഗ്നറ്റിക് ഫീൽഡ് എന്താ അവിടെ കൊളാപ്സ് ചെയ്യും ബൈ റിലീസിങ് എനർജി റാപ്പിഡ്ലി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവിടെ വോൾട്ടേജ് സ്പൈക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവിടെ സ്പാർക്കിംഗ് ഉണ്ടാവും. അപ്പൊ അവിടെ ഹൈ ഇൻഡക്റ്റൻസ് ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക കേട്ടോ. ഓപ്ഷൻ ബി ഹൈ ഇൻഡക്റ്റൻസ് ആണ് വരുന്നുണ്ടാവുക. ഓക്കെ. 11ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് സപ്ലൈ ഈസ് നീഡഡ് ഫോർ ട്രാൻസിസ്റ്റർ റേഡിയോ. വിച്ച് സപ്ലൈ? എനിക്ക് തോന്നുന്നു ലോ വോൾട്ടേജ് DC സപ്ലൈ ആയിരിക്കും വരുന്നുണ്ടാവും. ഓപ്ഷൻ സി ആണ്. 12 ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് എവിടെ എപ്പോഴും എന്താ DC-യിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവിടെ AC എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവിടെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവിടെ നമ്മള് നോർമലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക 3 വോൾട്ട് ടു 12 വോൾട്ട് DC എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ അവിടെ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 12 വോൾട്ട് ലോ വോൾട്ടേജ് DC എന്നുള്ളതാണ് അക്യുറേറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ. ഓക്കെ. അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ റെസിസ്റ്റിവിറ്റി ഓഫ് ദ കണ്ടക്ടർ എന്താ വരിക? ഇൻക്രീസസ് വെരി സ്ലോലി ബൈ ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ. കണ്ടക്ടറിന്റെ എന്താ അവിടെ അല്ലെങ്കിൽ മെറ്റലിന്റെ എന്താ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഷൻ ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ് വിത്ത് ദി ടെമ്പറേച്ചർ അല്ല. അപ്പൊ ഓപ്ഷൻ എ തന്നെയാണ് അവിടെ ബെറ്റർ ചോയ്സ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ. നമ്മൾ സെമി കണ്ടക്ടറിന്റെ കേസിൽ എങ്ങനെയാണെന്നില്ല നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടെ. 14ാമത്തെ ക്വസ്റ്റ്യൻ ദ ടെമ്പറേച്ചർ കോഷൻ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഈസ് ടെമ്പറേച്ചർ കോഷൻ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് എന്താ വരിക? ഓൾവേസ് അല്ലല്ലോ, ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ടെമ്പറേച്ചർ. ഓപ്ഷൻ ഡി ആണ് അവിടെ വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കും. വാട്ട് ഫാക്ടർ ഡസ് ദി റിയാക്ടൻസ് ഡിപ്പെൻസ് ഓൺ? റിയാക്ടൻസ് ഡിപ്പെൻസ് അപ്പോൺ ദി ഫ്രീക്വൻസി അല്ലെ. 15 എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ബാക്കി 16 17 ഒക്കെ ഡിലീറ്റ് ആക്കിയാണ്, അതിലേക്ക് പോകുന്നില്ല. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 1 ഫാരഡീസ് 1 ഫാരഡീസ് നത്തിങ് ബട്ട് 1 കൂളോം പെർ വോൾട്ട് അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്യൂ ഈസ് നത്തിങ് ബട്ട് CV സി ഈസ് നത്തിങ് ബട്ട് Q/V. അപ്പോൾ കൂളോം പെർ വോൾട്ട്. ഓക്കെ. 19 ഇൻ ഇലക്ട്രിക് മെഷീൻ ദ ലാമിനേറ്റഡ് കോർസ് ആർ യൂസ്ഡ് വിത്ത് എ വ്യൂ ടു റെഡ്യൂസ് എന്തിനാ ലാമിനേറ്റഡ് കോർ എന്തിനാ നമ്മളെപ്പോഴും പറയുന്നുണ്ടാവും എന്താ എഡ്ഡി കറന്റ് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, എഡ്ഡി കറന്റ് ലോസ്. ഓക്കെ. കൃത്യമായിട്ട് പറഞ്ഞാൽ ലാമിനേഷൻസ് പ്രിവെന്റ് ദി സർക്കുലർ എഡ്ഡി കറന്റ്സ് ഇൻ ദി കോർ ഹെൻസ് ഇറ്റ് റെഡ്യൂസസ് ദി ലോസസ്. ഓക്കെ. അതേപോലെ ഹീറ്റിംഗ് കുറക്കാനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 20ാമത്തെ ക്വസ്റ്റ്യൻ ദ ഇൻഡിക്കേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ചാർജ് ഓഫ് എ ബാറ്ററി ഈസ് ബെസ്റ്റ് ഗിവൺ ബൈ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് അല്ലെ. നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ലെഡ് ആസിഡ് ബാറ്ററിയോ മറ്റോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാം, ലെഡ് ആസിഡ് ബാറ്ററി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് H2SO4 ഡ്രോപ്സ് ആസ് ബാറ്ററി ഡിസ്ചാർജസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ ഹൈഡ്രോമീറ്റർ അല്ലെ. അപ്പൊ അവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ് നമ്മളവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടാവുക. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 21 നമ്മൾ ഡിലീറ്റ് ആക്കാണ്. 22 നോക്ക്. വാട്ട് ഹാപ്പൻസ് ടു മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ കോയിൽ വെൻ ദ കറന്റ് ത്രൂ ഇറ്റ് ഈസ് റിവേഴ്സ്ഡ്? കറന്റ് ത്രൂ ഇറ്റ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ കോയിൽ വെൻ ദ കറന്റ് ത്രൂ ഇറ്റ് റിവേഴ്സ്ഡ് എന്താ വരിക? ഇറ്റ് റിവേഴ്സ് ദി ഡയറക്ഷൻ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. നമ്മളിപ്പം അറിയാം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഡിപ്പെൻസ് ഓൺ ദി കറന്റ് ഡയറക്ഷൻ. അപ്പോൾ കറന്റ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഒന്ന് റിവേഴ്സ് ചെയ്യുന്നുണ്ടാവും അല്ലെ. നമ്മളവിടെ ജസ്റ്റ് എന്താ റൈറ്റ് ഹാൻഡ് റൂളിന്റെ കേസ് നമ്മളവിടെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്.
23 ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. 24 പറയുകയാണെങ്കിൽ ആൻ ഇൻഡക്ടർ വിത്ത് ആൻ ഇൻഡക്ടൻസ് ഓഫ് 50 മില്ലി ഹെൻറി ക്യാരീസ് എ കറന്റ് ഓഫ് 4 ആംപിയർ. കാൽക്കുലേറ്റ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി ഇൻഡക്ടർ. എത്ര ആൻസർ വരാം? നിങ്ങൾക്ക് അവിടെ ഹാഫ് എൽ ഐ സ്ക്വയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി അല്ലേ? എനർജി സ്റ്റോർഡ് പറഞ്ഞാൽ ഹാഫ് എൽ ഐ സ്ക്വയർ. ഓക്കെ, 50 into 10 is to -3 into 4. അപ്പോൾ 4 into 5 200 വരും. 4 into 50 200 വരും. 200 by 200 100 വരും. സോറി, എൽ ഐ സ്ക്വയർ അല്ല, അപ്പോൾ 4 into 4 കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ 100 into സോറി 4 into 50 എന്ന് പറഞ്ഞാൽ 200 വരും. 200 by 200 വരും. 100 into 10 is to -3 പറഞ്ഞാൽ 0.1 into 4. അപ്പോൾ 0.4 ജൂൾസ് എന്നുള്ള രീതിയിൽ അവിടെ ആൻസർ. ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓപ്ഷൻ എ. അടുത്തൊരു ക്വസ്റ്റോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എ കോയിൽ ഓഫ് ഏരിയ 0.02 മീറ്റർ സ്ക്വയർ ഇസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.3 ടെസ്ല പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി കോയിൽ. വാട്ട് ഇസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ കോയിൽ? നമുക്കറിയാം എന്താ, ഫൈവ് ഈസ് നത്തിങ് ബട്ട് അല്ലെങ്കിൽ ബി ഈസ് നത്തിങ് ബട്ട് 5 into എ, 5 ഈസ് നത്തിങ് ബട്ട് ബി into എ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 0.006 വെബർ അല്ലെ? ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ എ ഡി സി സ്റ്റഡി സ്റ്റേറ്റ് സർക്യൂട്ട് വാട്ട് ഹാപ്പൻസ് ടു ദി കറന്റ് ത്രൂ ആൻ ഐഡിയൽ കപ്പാസിറ്റർ ആഫ്റ്റർ എ ലോങ് ടൈം? ഇതിലിപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇൻ എ ഡി സി സ്റ്റഡി സ്റ്റേറ്റ് സർക്യൂട്ട് വാട്ട് ഹാപ്പൻസ് ടു ദി കറന്റ് ത്രൂ ആൻ ഐഡിയൽ കപ്പാസിറ്റർ ആഫ്റ്റർ എ ലോങ് ടൈം. അപ്പൊ നമ്മളിപ്പോ ഒരു ഡി സിയുടെ കേസിൽ നമ്മളിപ്പം കപ്പാസിറ്റർ അവിടെ ഫുള്ളി വൺസ് നമുക്ക് ഫുള്ളി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അതിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ടാവില്ല. ഐഡിയൽ കപ്പാസിറ്റർ ആണെങ്കിൽ കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദി കറന്റ് ത്രൂ ആൻ ഐഡിയൽ കോയിൽ ആഫ്റ്റർ എ ലോങ് ടൈം അല്ലെ? അപ്പൊ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ബിക്കംസ് സീറോ. ഓപ്ഷൻ സി ആണ് ബെറ്റർ ചോയ്സ് ആയിട്ട് വരുന്നുണ്ടാവുക അല്ലെ? 27 നോക്ക്. When capacitors are connected in parallel, which of the following statements are true? The voltage across each capacitor is same അല്ലെ? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ടാവുക. 28ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഡസ് നോട്ട് ഡയറക്ട്ലി അഫക്ട് ദി കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ? കപ്പാസിറ്റൻസ് നമുക്ക് അല്ലെങ്കിൽ കപ്പാസിറ്ററിന്റെ ഡിപ്പെൻസ് ഓൺ നമുക്ക് എന്താ പറയാൻ വേണ്ടി പറ്റും? ഏരിയ ഓഫ് ദി പ്ലേറ്റ്സ് കറക്റ്റ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് കറക്റ്റ് ആണ്. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയാം അല്ലെ? അപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി, ദ റെസിസ്റ്റൻസ് ഓഫ് ദി പ്ലേറ്റ്സ് ആണ് ഡയറക്ട്ലി എഫക്ട് ചെയ്യാത്തത്. ഓക്കെ, 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡു ദ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഷോ ടെമ്പററി മാഗ്നറ്റിസം? ഡ്യൂ ടു അൺപെയർഡ് ഇലക്ട്രോൺസ് അലൈനിങ് വിത്ത് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓപ്ഷൻ സി ആണ് അവിടെ വരുന്നുണ്ടാവുക. നിങ്ങൾക്കറിയാം പാരാമാഗ്നറ്റിസത്തിന്റെ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് അല്ലെ? അപ്പോ അലൈൻ വിത്ത് എക്സ്റ്റേണൽ ഫീൽഡ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വീക്ക് മാഗ്നറ്റിക്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓപ്ഷൻ സി ആണ് ബെറ്റർ ചോയ്സ്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കോയിൽ വിത്ത് 100 ടേൺസ് ആൻഡ് ഏരിയ ഓഫ് 0.01 meter square is placed in a uniform magnetic field. If the magnetic field changes from 0.2 t to 0.8 Tesla in 0.1 second, calculate the induced EMF. ഓക്കെ, ഇതിലിപ്പോ നമുക്ക് ടേൺസ് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്, അതേപോലെ ഫ്ലെക്സ് ഫീൽഡ് ചേഞ്ചസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇ ഇസ് നത്തിങ് ബട്ട് -n into d∅/dt ആണ്. അപ്പോൾ d∅ അല്ലെങ്കിൽ ഡെൽറ്റ ഫൈ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ ഫൈ നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, പിന്നെ അവിടെ ഫൈനൽ ഇനീഷ്യലിലേക്കുള്ള ഫീൽഡ് ചേഞ്ചസ് തന്നിട്ടുണ്ട്. അപ്പോൾ 0.8 - 0.2 ചെയ്യാം. എ എന്ന് പറഞ്ഞാൽ 0.01 ആണ്. 0.01 into 0.6 ചെയ്ത് കഴിഞ്ഞാൽ 0.006 അവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ഇനിയിപ്പം ഈ ഇപ്പൊ 10 into d∅/dt ആണ്. -n into d∅/dt. അപ്പോൾ n എത്ര നമുക്ക് അവിടെ 100 നമുക്ക് തന്നിട്ടുണ്ട്. d∅ എന്ന് പറയുമ്പോൾ 0.006/dt പറയുമ്പോൾ 0.1. അപ്പോൾ 100 into 0.06 ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 6 വാട്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. നമുക്കവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. നെഗറ്റീവ് ആവുകൊണ്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ഇസ് നത്തിങ് ബട്ട് -n into d∅/dt, ഈ ഇസ് നത്തിങ് ബട്ട് n into d∅/dt. ഓക്കെ, 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഇൻസ്റ്റാളേഷൻ ടെസ്റ്റ് ഈസ് conducted to check whether the switches are connected in phase or live line? എന്താ നമ്മൾ പൊളാരിറ്റി ടെസ്റ്റിലാണ് മതി ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്.
ഓക്കെ, നമ്മൾ പൊളാരിറ്റി ടെസ്റ്റിനെ ബേസ് നമ്മൾ പറയാറുണ്ട്. പൊളാരിറ്റി ടെസ്റ്റ് ഈസ് യൂസ്ഫുൾ ടു എൻഷുർ ദി ലൈവ് വയേഴ്സ് ആർ പ്രോപ്പർലി കണക്റ്റഡ് ടു ദി സ്വിച്ച് ടെർമിനൽ എന്നുള്ള രീതിയിൽ അല്ലെ. ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സേഫ്റ്റി ഇൻ സിംഗിൾ ഫേസ് സിസ്റ്റം. പൊളാരിറ്റി ടെസ്റ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. 32ാമത്തെ ക്വസ്റ്റൻ നോക്ക്. In alternating current generation principle, when the coils are moving parallel to the magnetic field, which of the following statement is or are correct? ഏതൊക്കെയാണ് ഇരുന്നുണ്ടാവുക 32ന്റെ കേസിന്? ഇറ്റ് കട്ട്സ് നോ ലൈൻസ് ഓഫ് ഫോഴ്സ് ആൻഡ് നോ വോൾട്ടേജ് ഇസ് ജനറേറ്റഡ് ഇൻ ദിസ് ഇൻസ്റ്റന്റ്. ഇറ്റ് കട്ട്സ് ദി മാക്സിമം നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക അല്ലെ. അതായത് നമുക്കറിയാം എന്താ, വെൻ കോയിൽസ് ആർ മൂവിങ് പാരലൽ ടു ദി മാഗ്നറ്റിക് ഫീൽഡ്, നോ ഫ്ലക്സ് ലിങ്കേജ് അല്ല നോ ഫ്ലക്സ് ചേഞ്ച്, അതുകൊണ്ട് തന്നെ നോ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ്. അതേപോലെ മാക്സിമം ഇ എം എഫ് നമുക്ക് എപ്പോഴായിരിക്കും ഒക്ടർ ചെയ്യുന്നുണ്ടാവുക? അത് പെർപെൻഡിക്കുലർ ടു ദി ഫീൽഡ് ഓഫ് ലൈൻസ് ആണെങ്കിലാണ് മാക്സിമം വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 33. വിച്ച് വൺ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ ഫോർ ദി സിസ്റ്റം എർത്തിങ്? ഓപ്ഷൻ ഡി, എർത്തിങ് ഓഫ് നോൺ കറന്റ് ക്യാരിങ് മെറ്റൽ വർക്ക്സ് ആൻഡ് കണ്ടക്ടേഴ്സ് എസെൻഷ്യലി ഫോർ സേഫ്റ്റി. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 34 നോക്ക്. Which of the following method is used for the marked horizontal runs? Option C, spirit level and water level. അല്ലെ, spirit level plus water level combo is standard marking system ആണ് അല്ലെ. spirit level and water level combo എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോംബോ ഫോർ accurate horizontal marking. ഓക്കെ, അതേപോലെ ഇതിലിപ്പം പ്ലംബ് ബൂബ് നിങ്ങൾ പറയുന്നുണ്ട്, അതെന്തിനാ? വെർട്ടിക്കൽ അലൈൻമെന്റ് ആണല്ലേ. വെർട്ടിക്കൽ അലൈൻമെന്റ് ആണ് പ്ലംബ് ബൂബ് നോക്കുന്നുണ്ടാവുക. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് വൺ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഈസ് റിലേറ്റഡ് ടു അലുമിനിയം? എന്താ? ഇറ്റ് ഈസ് ലൈറ്റർ ഇൻ വെയിറ്റ് ആൻഡ് ഹാസ് 60.6 കണ്ടക്ടിവിറ്റി കമ്പയർഡ് ടു കോപ്പർ. 36. Some standard conductors are designated as 10 meter square and 10 meter square cables of size 7 by 17. What does 17 denote? What does 17 denote? 17 എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ഓഫ് വീച്ച് കണ്ടക്ടർ ഇൻ മില്ലിമീറ്റർ അല്ലേ വരിക അല്ലെ. ഓപ്ഷൻ സി അല്ലേ ബെറ്റർ ചോയ്സ്? എനിക്ക് തോന്നുന്നു പ്രൊവിഷണൽ അവരവിടെ SWG സ്റ്റാൻഡേർഡ് വയർ ഗേജ് ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫൈനൽ ആൻസർ കീയിൽ ഇതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ, SWG ആണ് പറഞ്ഞിട്ടുള്ളത്. സി ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ക്ലാരിറ്റി വരുത്താം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഫാക്ടർ ഈസ് നോട്ട് റിലേറ്റഡ് ടു ദി കറന്റ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് എ കേബിൾ? ഏതാ? ഹൈറ്റ് ഓഫ് കേബിൾ ആണ്. ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവും അല്ലെ. കപ്പാസിറ്റി ഡിപ്പെൻസ് ഓൺ കണ്ടക്ടർ ടൈപ്പ്, അതായത് ടൈപ്പ് ഓഫ് ദി കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻസുലേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് ഇൻസുലേഷൻ, പിന്നെന്താ ഇൻസ്റ്റാളേഷൻ കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കേബിൾസ് ഇൻ ദി ബ്രാഞ്ചസ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. Electrical inspectors now recommend that current protection devices like MCB and HRC fuses to be included in the circuit for the safety of the user and not to reduce and to reduce the fire accidents. Which type of current protection is mentioned in the above statement? ഇവിടെ ഏതാ വരിക? കോഴ്സ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ ആണ് പറയുന്നുണ്ടാവുക അല്ലെ. ഓപ്ഷൻ ബി ആയിരിക്കും ബെറ്റർ ചോയ്സ്. കാരണം എന്താ വെച്ചാല് നമ്മളിവിടെ പറയുന്നുണ്ട് MCBയും HRC ഫ്യൂസും ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും എന്താ നമ്മളെ ഓവർലോഡ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ്. 39 നോക്ക്. IS694 എന്തിനാ? PVC ഇൻസുലേറ്റഡ് കോപ്പർ ആൻഡ് അലുമിനിയം കേബിൾ സൈസുകൾ. ഓപ്ഷൻ ഡി ആണ് വരുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് എ സ്റ്റാൻഡേർഡ് കണ്ടക്ടർ? സ്റ്റാൻഡേർഡ് കണ്ടക്ടറിന്റെ അഡ്വാൻറ്റേജ് എന്താ? മോർ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണ് അല്ലെ. ഓപ്ഷൻ ബി. പിന്നെ എന്താ? മോർ ഫ്ലെക്സിബിൾ ആണ് അല്ലെങ്കിൽ സ്ട്രോങ്ങർ ദാൻ സോൾഡ് വെയർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ ലെസ് പ്രോൺ ടു ബ്രേക്കേജ് അണ്ടർ വൈബ്രേഷൻ. അതൊക്കെ നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട്, സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് അവിടെ പറയാൻ പറ്റും.
41 വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്? ബി എൽ ക്രോസ് വി എന്നായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബി എൽ ബി സൈൻ തീറ്റ എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക അല്ലെ? ബി എൽ ക്രോസ് വി എന്ന് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബി എൽ ബി സൈൻ തീറ്റ ദാറ്റ് മച്ച് വോൾട്ട് എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ബി എൽ ക്രോസ് വി, എൽ ക്രോസ് വി എന്ന് പറഞ്ഞാൽ എൽ ബി സൈൻ തീറ്റ. ഓക്കെ. 42 ഹൗ ഇന്റർപോൾസ് ആർ കണക്റ്റഡ് ഇൻ എ ഡി സി ജനറേറ്റർ? ഇന്റർപോൾസ് എന്താ, നമ്മളെപ്പോഴും സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക, സീരീസ് വിത്ത് ദി ആർമേച്ചർ. ഓപ്ഷൻ ബി എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 43 അതേപോലെ ഇന്റർപോൾസ് എവിടെയായിരിക്കും നമ്മൾ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ബിറ്റ്വീൻ ദി മെയിൻ പോൾസ് ആണല്ലേ? ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കോമ്പൻസേറ്റിംഗ് വൈൻഡിംഗ് ഇൻ എ ഡി സി ജനറേറ്റർ? കോമ്പൻസേറ്റിംഗ് വൈൻഡിംഗ് നമ്മൾ എന്തിനാ? ടു ന്യൂട്രലൈസ് ദി ഡീമാഗ്നറ്റൈസിംഗ് എഫക്ട്. ഓപ്ഷൻ ബി എപ്പോഴും എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലേ? വിച്ച് റോൾ ഡിറ്റർമിൻസ് ദി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഇൻ ആർമേച്ചർ ഇൻ ഡി സി മോട്ടർ? ഏത് വരാ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആയിരിക്കും മോട്ടോർ ആക്ഷനും, റൈറ്റ് ഹാൻഡ് റൂൾ ആയിരിക്കും എന്താ, ജനറേറ്റർ ആക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ? തമ്പായിരിക്കും മോഷനിൽ, അതേപോലെ ഇൻഡെക്സ് ഫിംഗർ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൽ, മിഡിൽ ഫിംഗർ ആയിരിക്കും കറണ്ടിൽ അല്ലെ? അത് എപ്പോഴും നിങ്ങൾ എന്താ ഓർത്തുകൊണ്ടിരിക്കുക. ലെഫ്റ്റ് ഹാൻഡ് റൂള് മോട്ടോർ ആക്ഷനും, റൈറ്റ് ഹാൻഡ് റൂള് ജനറേറ്റർ ആക്ഷനും. റൈറ്റ് ഹാൻഡിൽ റൈറ്റ് ജി ഉണ്ട്, ജനറേറ്റർ ആണെന്നില്ല ഓർത്ത് നോക്കാം. 45 45 ഡയറക്ഷൻ ഓഫ് കറണ്ട്, റൈറ്റ് ഹാൻഡ് റൂള്. ഓക്കെ. 46 നെസസിറ്റി ഓഫ് സ്റ്റാർട്ടർ ഇൻ ഡി സി മോട്ടോർ എന്താ? ടു ലിമിറ്റ് ദി ആർമേച്ചർ കറണ്ട് അല്ല? ഓപ്ഷൻ എ. എല്ലാം ജസ്റ്റ് എന്താ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കണ്ടില്ലേ? പി വി ക്യൂസ് നോക്കിയാൽ തന്നെ കുറെ ഒക്കെ ഇങ്ങനെ ക്യാൻസൽ ആയിട്ട് കിട്ടുന്നുണ്ടാവും. സ്റ്റാർട്ടിംഗ് കേസിൽ നമുക്ക് അവിടെ എന്താ ബാക്ക് എം എഫ് സീറോ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആർമേച്ചർ കറണ്ട് വെരി വെരി ഹൈ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് സ്റ്റാർട്ടർ ആഡ് ചെയ്യുന്നത്. സ്റ്റാർട്ടർ ആഡ് ചെയ്താൽ നമുക്ക് അവിടെ എന്താ റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ എന്താ നമുക്ക് അതുകൊണ്ട് നമുക്ക് എന്താ കറണ്ട് അവിടെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. 47 വൈ ദ ഡി സി സീരീസ് മോട്ടോഴ്സ് ഫീൽഡ് വൈൻഡിങ് ഈസ് വൗണ്ട് വിത്ത് തിക്ക് വയർ? തിക്ക് വയർ എന്തുകൊണ്ടാ? ടു ക്യാരി ദി ലോഡ് കറന്റ് അല്ലെ? ലോഡ് കറന്റ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിക്ക് വയർ കൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതായത് ഹൈ ലോഡ് കറന്റ് ആയിരിക്കും ഉണ്ടാവുക, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ തിക്ക് കണ്ടക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 48 വൈ ദ ന്യൂലി റീവൗണ്ട് ആർമേച്ചർ മസ്റ്റ് ബി പ്രീ ഹീറ്റഡ് ബിഫോർ വാർണിഷിംഗ്? എന്തിനാ? മോയ്സ്ചർ അല്ലെ? ടു ഡ്രൈവ് ഔട്ട് ദി മോയ്സ്ചർ ഫ്രം ഇറ്റ്. അപ്പൊ പ്രീ ഹീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ ഇൻസുലേഷൻ ക്വാളിറ്റി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? അപ്പൊ അതേപോലെ നമ്മൾ വാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അലോസ് വാർണിഷ് ടു പെനിട്രേറ്റ് ഡീപ്ലി അല്ലെ? ഓക്കെ, അപ്പൊ അതൊക്കെ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. 49 ഹൗ ക്യാൻ ദ എഫക്ട് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ബി ന്യൂട്രലൈസ്ഡ് ഇൻ ലാർജ് ഡി സി ജനറേറ്റേഴ്സ് യൂസിങ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്? നേരത്തെ ചോദിച്ചതിനെ തിരിച്ചു ചോദിച്ചു, അത്രേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ലാർജ് മെഷീൻസിന്റെ കേസിൽ നമ്മൾ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ആണ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ സി. 50 വാട്ട് ഈസ് ദ എഫക്ട് ഇഫ് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ഈസ് above the critical resistance value in the DC generator? ജനറേറ്റർ ഫെയിൽസ് ടു ബിൽഡ് അപ്പ് വോൾട്ടേജ് അല്ലെ? ഓക്കെ, അത് ആ ഒരു അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലെ? എന്താ, ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി ലെസ് ദാൻ ദി ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് അല്ലെ? അപ്പോ എബവ് ആയി കഴിഞ്ഞാൽ എന്താ, അവിടെ ജനറേറ്റർ ഫെയിൽസ് ടു ബിൽഡ് അപ്പ് ദി വോൾട്ടേജ്. ഓപ്ഷൻ ബി എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 51 വാട്ട് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ ഡിയോൽ സ്റ്റാർട്ടർ? എന്താ? ഓപ്ഷൻ ബി കോണ്ടാക്ടർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക അല്ലെ? ഓക്കെ, ഈ ഡിയോൽ സ്റ്റാർട്ടറിന് മെയിൻ ആയിട്ട് എന്തൊക്കെയുള്ള കോൺടാക്ടർ ഉണ്ട്, അതായത് മെയിൻ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് കോൺടാക്ടർ ഉണ്ടാവുക, പിന്നെ ഒരു ഓവർലോഡ് റിലേ ഉണ്ടാവും, പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൺസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ കോൺടാക്ടർ ആണ് എന്ത് ചെയ്തേക്കുന്നത്, ഈസ് എസെൻഷ്യൽ ടു എനർജൈസ് ഓർ ഡി എനർജൈസ് ദി മോട്ടർ. നമ്മൾ ഈ ടൈമർ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക, ടൈമർ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിലായിരിക്കും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. 52 നോക്ക്, വാട്ട് ഇസ് ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് എ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഓവർ എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ? എന്താ അഡ്വാൻറ്റേജ്? സെൽഫ് സ്റ്റാർട്ടിംഗ് കാപ്പബിലിറ്റി അല്ലെ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 53 നോക്ക്,
How many earth connections should be done in a 10 HP squirrel cage induction motor as per IE rule? As per IE rule. എത്ര വരിക? ഓപ്ഷൻ എ 2 ആണല്ലേ. 54 വാട്ട് ഡസ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഡു? സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ കേസിൽ എന്താണെന്ന് എല്ലാവരും കൃത്യമായിട്ട് അറിഞ്ഞില്ല. എന്താ? സ്റ്റാർട്ടിംഗ് കറന്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ, ബൈ കണക്ടിങ് ദി മോട്ടോർ ടു എ സ്റ്റാർ ഡ്യൂറിങ് ദി സ്റ്റാർട്ടർ. പിന്നെ എന്താ, റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നേരെ ഡെൽറ്റ കണക്ഷനിലേക്ക് മാറുന്നുണ്ടാവും അല്ലെ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അതായത് സ്റ്റാർട്ടിംഗ് കറന്റ് അവിടെ റെഡ്യൂസ് ആയി. 55 നോക്കാം. ഇൻ വിച്ച് ത്രീ ഫേസ് കണക്ഷൻ ദ ലൈൻ വോൾട്ടേജ് ഇസ് ഓൾവേസ് √3 ടൈംസ് ദി ഫേസ് വോൾട്ടേജ്? സ്റ്റാറിന്റെ കേസിലാണോ ഡെൽറ്റയുടെ കേസിലാണോ? സ്റ്റാറിന്റെ കേസിൽ വി ഫേസ് ഇസ് നത്തിങ് ബട്ട് VL/√3 ആണ്. ഡെൽറ്റയുടെ കേസിൽ വി ഫേസ് ഷുഡ് ബി ഈക്വൽ ടു VL ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാ? സ്റ്റാർ കണക്ഷൻ ഓപ്ഷൻ സി ആണ് എഴുതുന്നത്. 56 വിച്ച് ഡിവൈസ് പ്രൊട്ടക്ട്സ് ഫ്രം ദി ഓവർലോഡ് ആൻഡ് ഷോർട്ട് സർക്യൂട്ടിന്റെ പാനൽ ബോർഡ്? വിച്ച് ഡിവൈസ്? MCB അല്ലേ വരിക? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. 57 വിച്ച് സ്വിച്ച് വിത്ത് ആൻ ആക്ച്വേറ്റർ ഈസ് ഓപ്പറേറ്റഡ് ബൈ ദി മോഷൻ ഓഫ് എ മെഷീൻ ഓർ പാർട്ട് ഓഫ് ആൻ ഒബ്ജെക്ട്? ലിമിറ്റ് സ്വിച്ച് അല്ലേ. ഓപ്ഷൻ എ. ഓക്കെ, ലിമിറ്റ് സ്വിച്ച് ആണ് വരുന്നുണ്ടാവുക. ലിമിറ്റ് സ്വിച്ചിന്റെ കേസ് നമ്മൾ എങ്ങനെയാ പറയുന്നുണ്ടാവുക? ഓക്കെ, കുഴപ്പമില്ല, അങ്ങനെ പോവാം. ഓക്കെ, 58 how is the external resistance of a slip ring induction motor is connected? സ്റ്റാർ കണക്ട് ആയിട്ടുണ്ടാവുക അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 59 വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി സ്പീഡ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റേറ്റർ ഓഫ് എ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ? എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സിൻക്രണസ് സ്പീഡ്. ഓപ്ഷൻ സി തന്നെ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വൈ സ്ക്യൂ ദ സ്ലോട്ട്സ് ഇൻ ദ റോട്ടർ ഓഫ് എ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ? നമ്മൾ എന്തിനാ സ്ക്യൂ ചെയ്യുന്നുണ്ടാവുക? മാഗ്നറ്റിക് ലോക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ ഡി. 61 വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഇൻ ഇൻസ്ട്രുമെന്റ്സ്? റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം പെർ വാട്ട് അല്ല. ഓപ്ഷൻ ബി. ഓക്കെ, 62 വിച്ച് ക്വാണ്ടിറ്റി ഈസ് മെഷർഡ് ബൈ എൻ ഇലക്ട്രോ ഡൈനാമിക് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്? ഇലക്ട്രോ ഡൈനാമിക് വോൾട്ട് മീറ്റർ എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. സോറി, ഇലക്ട്രോ ഡൈനാമിക് അല്ലല്ലോ, ഇലക്ട്രോ സ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ ആണ്. സോറി, ഇലക്ട്രോ സ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ. അപ്പൊ ഇലക്ട്രോ ഡൈനാമിക് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്താ? പവർ ആണ് വരിക അല്ലെ. ഓപ്ഷൻ എ ആണ്. സോറി കേട്ടോ. ഓക്കെ, ഇലക്ട്രോ ഡൈനാമിക് അപ്പം പവർ ആണ്. ഇലക്ട്രോ സ്റ്റാറ്റിക് ആണ് നമ്മൾ വോൾട്ട് മീറ്റർ നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. 62 ഓപ്ഷൻ എ ആണ് വരുന്നുണ്ടാവുക. 63 നോക്ക്. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ 1 ohm ആൻഡ് ബിലോ 1 ohm റെസിസ്റ്റൻസ് വാല്യൂ അക്യുറേറ്റ്ലി? അത് നിങ്ങൾ എന്താ പറയണ്ടത്, നമ്മൾ ആ ഒരു കൃത്യമായിട്ട് ആ ഒരു ടേബിൾ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഷണ്ട് ടൈപ്പ് ഓമീറ്റർ ആണ് വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവുക. 64 നോക്ക്. വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ഫോർ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ? ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ ഈസ് നമ്മൾ എന്താ ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓപ്ഷൻ ബി ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ഫെറൈറ്റ് കോറിന്റെ കേസിൽ നമുക്ക് എന്താ എഡ്ഡി കറന്റ് ലോസ് ലോ ആണ്. അതേപോലെ എന്താ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഹൈ ആണ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നുണ്ടാവും. 65 വിച്ച് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു മെഷർ ഹൈ വോൾട്ടേജ് ഇൻസ്റ്റാളേഷൻസ്? പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സിൽ ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവുക. 66 നോക്ക്. വിച്ച് ടൈപ്പ് ഓഫ് എനർജി മീറ്റർ വർക്സ് വിത്ത് ന്യൂട്രൽ കണക്ഷൻ? ഓപ്ഷൻ സി സിംഗിൾ ഫേസ് സിംഗിൾ എലമെന്റ്. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് എ ബുച്ചോൾസ് റിലേ ഇൻ പവർ ട്രാൻസ്ഫോമർ? ഇതൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചോദിച്ച് മടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ. എന്താ ബുച്ചോൾസ് റിലേ എന്ന് പറഞ്ഞ ഒരു ഗ്യാസ് ആക്ച്വേറ്റഡ് റിലേ ആണ്. അപ്പം ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും അല്ലെ. ഓപ്ഷൻ ഡി അല്ലേ വരിക. ഓക്കെ, 68 വൈ ദ മൂവിംഗ് കോയിൽ മീറ്റർ ഈസ് ഹാവിംഗ് യൂണിഫോം സ്കെയിൽ? എന്തുകൊണ്ടാ? The deflecting force is directly proportional to the current. Option A. Which cooling method is used in pole mounting in distribution transformer? Pole mounting distribution transformers നമ്മൾ എന്താ ഓയിൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. ഓയിൽ നാച്ചുറൽ, എയർ നാച്ചുറൽ അല്ലെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 70 ക്വസ്റ്റ്യൻ. ഇഫ് ദി നോ ലോഡ് വോൾട്ടേജ്
of a transformer is 240 volt and a full load voltage is 220 volt, then its percentage of voltage regulation. V no load minus V full load divided by V full load into 100. അത് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 9.09 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ജസ്റ്റ് ഓഫ് ദ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലുമിനേഷൻ? ഇലുമിനേഷന്റെ യൂണിറ്റ് എന്തുവാ? ഇലുമിനേഷന്റെ യൂണിറ്റ് ലക്സ്. ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവുക. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് കാൻഡില. 72. A 220 volt lamp has 20 lumen per watt and it takes a current of 500 milliampere if the total flux in lumens is. ഏറ്റവും നമ്മൾ എന്ത് ചെയ്യുക? പവർ കണ്ടുപിടിക്കുക. ഓക്കെ, പവർ പറഞ്ഞാൽ വി ഇൻറ്റു ഐ. അപ്പൊ 220 ഇൻറ്റു 500 മില്ലി ആമ്പർ ചെയ്യാണ്ടിരിക്കുക. അപ്പൊ പവർ കിട്ടി. പവർ എത്ര കിട്ടി നമുക്ക് അന്നേരം? 220 ഇൻറ്റു 500. അപ്പൊ 220 ഇൻറ്റു 500, 22 ഇൻറ്റു 5 എന്ന് വെച്ചാൽ 110 കിട്ടി. 110, 2 0 1 0 കൂടി, ദാറ്റ് മച്ച് മില്ലി ആമ്പർ. അപ്പൊ ടോട്ടൽ 110 കിട്ടി. അപ്പൊ 110 ഇൻറ്റു 20 ലൂമൻ, അപ്പൊ 2200. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. 72 ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, 73. ദ മെർക്കുറി വേപ്പർ ലാമ്പ് ഗീവ്സ് എ കളർ ഓഫ്. മെർക്കുറി വേപ്പർ ലാമ്പ് ഗീവ്സ് എ കളർ ഓഫ് പഠിച്ചിട്ടുണ്ടാവും, ഗ്രീനിഷ് ബ്ലൂ. 74. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡയോഡ് ഈസ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് മൈക്രോവേവ് സിഗ്നൽസ്? മൈക്രോവേവ് സിഗ്നൽസിന്റെ ഡിറ്റക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡയോഡ് ഏതാണ്? ഷോർട്ട് കീ ഡയോഡ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, ഷോർട്ട് കീ ഡയോഡിന്റെ പ്രത്യേകത എന്താ? വെരി ഫാസ്റ്റ് സ്വിച്ചിങ് ആണ്. അതേപോലെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് എന്താ? കുറവാണ്. ഹൈ ഫ്രീക്വൻസി ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അടുത്ത 75. ദ നമ്പർ ഓഫ് ഡിപ്ലീഷൻ ലെയേഴ്സിന്റെ ട്രാൻസിസ്റ്റർ 2 ആണ് വരുന്നുണ്ടാവുക അല്ലെ. 76 നോക്ക്. A transistor connected in CB configuration has the reading IE is equal to 5 milliampere, IB is 25 microampere. What is the value of current gain? ഓക്കെ, നമുക്കറിയാം ആൽഫ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? IC/IE ആണ്. ഓക്കെ, ആൽഫ എന്ന് പറഞ്ഞാൽ IC/IE ആണ്. ഇതിൽ നമുക്ക് IE തന്നിട്ടുണ്ട്. അപ്പോ IC കണ്ടുപിടിക്കാം. IC എന്ന് പറഞ്ഞാൽ എന്താ? IE is nothing but IB പ്ലസ് IC ആണ്. അപ്പൊ IC എന്ന് പറഞ്ഞാൽ IE മൈനസ് IB ആണ്. അപ്പൊ 5 മില്ലി ആമ്പർ മൈനസ് 25 മില്ലി ആമ്പർ, 25 മൈക്രോ ആമ്പർ. അപ്പൊ 0.025 മില്ലി ആമ്പർ. 5 മൈനസ് 0.025 മില്ലി ആമ്പർ. അപ്പൊ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4.975 ദാറ്റ് മച്ച് മില്ലി ആമ്പർ എന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോ ആൽഫ ഈസ് നത്തിങ് ബട്ട് IC/IE. ഓക്കെ, IC നമുക്ക് അവിടെ കിട്ടി 4.975 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ മില്ലിയാമ്പർ കട്ടായി 4.9/5 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? 0.9995 എന്നുള്ള രീതിയിൽ അവിടെ ആൻസറിൽ എത്താറുണ്ടാവും. ഓപ്ഷൻ എ ആണ് അവിടെ ബെറ്റർ ചോയ്സ്. 77. ട്രാൻസിസ്റ്റർ ദ സിഗ്നൽ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ലോ റെസിസ്റ്റൻസ് ടു ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും അല്ലെ. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 78. The region between peak point and valley point of tunnel diode is called എന്താ? നെഗറ്റീവ് റെസിസ്റ്റൻസ് അല്ലേ. ഓക്കെ, നമ്മളിപ്പം ടണൽ ഡയോഡിന്റെ കേസിൽ പറയുമ്പോൾ കറന്റ് ഡിക്രീസ് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ പറയുന്നത്. 79. ട്രാൻസിസ്റ്റർ IC ഇസ് ഈക്വൽ ടു ആൽഫ IE പ്ലസ് ICO അല്ലേ? ഓപ്ഷൻ എ അല്ലേ. ഓക്കെ, ആൻഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി? ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ഏതാ? ഇന്ത്യ ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇന്ത്യ. ഡോണർ ഇമ്പ്യൂരിറ്റീസിന് എക്സാമ്പിൾ ഏതാ? ഗ്രൂപ്പ് 5 ആർസനിക്, ആന്റിമണി അതൊക്കെയാണ് ഡോണർ ഇമ്പ്യൂരിറ്റീസ്. അതേപോലെ ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് ഗ്രൂപ്പ് 3 എലമെന്റ്സ് അല്ലെ. അപ്പോ ഇന്ഡിയം, ബോറോൺ എക്സെട്ര. 81 നോക്ക്. വിച്ച് ഈസ് ദ ബേസിക് നെസസിറ്റി ഫോർ ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് ഫോംസ് ഇൻ നേച്ചർ? എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി എന്താ? എനർജി. ഓപ്ഷൻ എ.
അല്ല 82. നെയിം ദ ഫോളോയിങ് എനർജി സോഴ്സ് വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ നോൺ കൺവെൻഷണൽ പവർ ജനറേഷൻ. നോൺ കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് അബൌട്ട് ഹൈഡ്രോ അല്ലെ. ഓപ്ഷൻ സി. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ ആണ്. 83. വിച്ച് ടൈപ്പ് ഓഫ് സോഴ്സ് ഓഫ് എനർജി ഈസ് യൂസ്ഡ് ഫോർ സ്മോൾ സ്കെയിൽ പവർ ജനറേഷൻ ടു സ്പെസിഫിക് പർപ്പസ്? ഏതാ? സ്മോൾ സ്കെയിൽ പവർ ജനറേഷൻ. വിൻഡ്. വാട്ട് ടൈപ്പ് ഓഫ് പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഹാസ് ദി ലോവസ്റ്റ് റണ്ണിംഗ് കോസ്റ്റ്? ലോവസ്റ്റ് റണ്ണിംഗ് കോസ്റ്റ് ഇതിനാ? റണ്ണിംഗ് കോസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഹൈഡ്രോ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ അല്ലെ. ഫ്യൂവൽ കോസ്റ്റ് ഇല്ല, അതേപോലെ മെയിൻ്റെനൻസ് കോസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഹൈഡ്രോ പവർ ആണ് നമ്മൾ പറയുന്നുണ്ടാവുക. 85. വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ഫോർ റേസിംഗ് ബോയിലർ എഫിഷ്യൻസി ഓഫ് തെർമൽ പവർ സ്റ്റേഷൻ? എന്താ ബോയിലർ എഫിഷ്യൻസി? എക്കണോമൈസർ അല്ലേ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 86. വാട്ട് ഇസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് എയർ പ്രീ ഹീറ്റർ ഇൻ തെർമൽ പവർ സ്റ്റേഷൻ? എന്താ? ഇറ്റ് എക്സ്ട്രാക്ട്സ് ദി ഹീറ്റ് ഫ്രം ദി ഫ്ലൂ ഗ്യാസസ്. വിച്ച് വാട്ടർ ടർബൈൻസ് ആർ യൂസ്ഡ് ഫോർ ഹൈ ഹെഡ് പർപ്പസ്? നിങ്ങൾ അതിന് കെ എഫ് പി എന്നൊക്കെ നിങ്ങൾ ഐ മീൻ പഠിച്ചിട്ടുണ്ടാവാം. അതിന് ഓരോന്നിനും ഓരോ എന്താ പറയണ്ടേ, ലോ ഹെഡ്, മീഡിയം ഹെഡ്, ഹൈ ഹെഡ് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ അവിടെ എന്താ പറയണ്ടേ, കോഡ് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇമ്പൾസ് ടർബൈൻ അല്ലെ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 88. സ്ലൂയിസസ് ഗേറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ഡാഷ് പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻസ്? ടൈഡൽ ആണ്. Which unit is used for power to the internal auxiliaries of wind turbines in wind power generating station? ISC ആണ്, ഇന്റേണൽ സപ്ലൈ യൂണിറ്റ് ആണ്. ഓപ്ഷൻ ബി ആണെന്ന് തോന്നുന്നത്. എനിക്കൊന്ന് ISCയുടെ കേസിൽ പറയുമ്പം നമ്മുടെ ഇന്റേണൽ ഓപ്പറേഷൻസിന്റെ ടർബൈന്റെ ഇന്റേണൽ ഓപ്പറേഷൻസ് ഒക്കെ സ്റ്റേബിൾ ചെയ്യുന്നതിനെ എൻഷുർ ചെയ്യുന്ന ISU ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ISU ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് ദി സിമ്പിൾ അസംബ്ലി ഓഫ് മൊഡ്യൂൾസ് ഇൻ സോളാർ പാനൽസ്? അറിയാം. ഓപ്ഷൻ എ. 91. വിച്ച് ടൈപ്പ് ഓഫ് AC ട്രാൻസ്മിഷൻ ഈസ് യൂണിവേഴ്സലി അഡോപ്റ്റഡ്? വിച്ച് ടൈപ്പ് ആണ്? 3 ഫേസ് 3 വയർ അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കാരണം എന്താ, ഇതാണ് കുറച്ചും കൂടി എഫിഷ്യന്റ്, അതേപോലെ ബാലൻസ്ഡ് സിസ്റ്റം ആണ്. കാരണം നമുക്ക് എന്താ ബാലൻസ് സിസ്റ്റം എന്ന് പറയാണ്ട് പിന്നെ എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് പവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. 92. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി കണ്ടക്ടർ യൂസ്ഡ് ഇൻ ഓവർ ഹെഡ് ലൈൻസ്? ACs അലുമിനിയം കണ്ടക്ടർ, സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്. ഓപ്ഷൻ ഡി. Which electric lines connect the substation to the distribution in a distribution system? Substation to distributors. എന്താ? ജസ്റ്റ് അതുപോലെ ഫീഡേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടർ, സർവീസ് മെയിൻസ് അല്ലെ. അതിൽ ഫീഡേഴ്സ് ആണ് വരുന്നുണ്ടാവുക. നിങ്ങൾ അതിൽ ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. കറണ്ട് കോൺസ്റ്റന്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ ടാപ്പിംഗ്സ് എടുക്കുന്നതുകൊണ്ട് കറണ്ട് ഡിഫറെന്റ് ആണോ, അല്ലെങ്കിൽ വോൾട്ടേജിന്റെ കാര്യം അതൊക്കെ നിങ്ങൾ ഓർത്തുക. അതിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. 95 ഒക്കെ 94 ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് AC പവർ ട്രാൻസ്മിഷൻ? എന്താ? വോൾട്ടേജ് ക്യാൻ ബി സ്റ്റെപ്ഡ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ഈസിലി. ഓപ്ഷൻ എ ആണ് ബെറ്റർ ചോയ്സ്. 96. പിൻ ടൈപ്പ് എത്ര വരിക? 33 kV അല്ല. ഓപ്ഷൻ സി ആണ് ലിമിറ്റ് ചെയ്യുന്നുണ്ടാവുക. 97 നോക്ക്. വാട്ട് ഇസ് ദ മെയിൻ പർപ്പസ് ഓഫ് ക്രോസ് ആം യൂസ്ഡ് ഇൻ ദ ഇലക്ട്രിക് കോഴ്സ്? എന്താ മെയിൻ പർപ്പസ്? എന്താ? ഹോൾഡിംഗ് ദി ഇൻസുലേറ്റേഴ്സ് ഓൺ ദി ഓവർ ഹെഡ് ലൈൻ അല്ലെ. ഓപ്ഷൻ ബി. 98. വാട്ട് ഇസ് ദ വോൾട്ടേജ് റേഷ്യോ ഓഫ് ഇൻ AC ഡിസ്ട്രിബ്യൂഷൻ ലൈൻ അഡാപ്റ്റഡ് ഫോർ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ്? 450 to 240 watt അല്ലേ. 99. In which substation the transmission line voltage is stepped down to consumer supply voltage? Distribution substation line. What will happen to the string arrangement of disk insulators if one of the disk insulator gets damaged? The whole string becomes useless. Option D ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ എക്സാം പൊതുവെ ഈസി തന്നെയായിരുന്നു അല്ലേ. ഓക്കെ, ഇനിവേ നിങ്ങൾ നിങ്ങളുടെ എന്താ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പോൾ
ഇതേപോലെ ഈ ഇലക്ട്രീഷ്യൻ്റെ ഒക്കെ കുറെ PYQs നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 60 മാർക്കിന്റെ അടുത്ത് സുഖമായിട്ട് കിട്ടുന്നുണ്ടാവും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഡീപ്പറായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നിങ്ങൾക്കത് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും, ടോപ്പ് റാങ്കിൽ എത്താനും പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.